അമേരിക്കയിലെ ഒരു തത്വശാസ്ത്രജ്ഞൻ അതിന് മറുപടി പറയുന്നുണ്ട്. ഫാസിസം ശക്തി പ്രാപിക്കുന്നത് ഫാസിസ്റ്റിന്റെ കഴിവുകൊണ്ടല്ല, ആ രാജ്യത്ത് എവിടെയാണോ മൗനം അവലംബിക്കുന്ന ഒരു ജനതയുള്ളത് അവിടെയാണ് ഫാസിസം ശക്തി പ്രാപിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അമിത്ഷായെ കണ്ടാൽ അങ്ങനെ ആരും പറയില്ല, അല്ലേ? ഒരു പോത്തുംകുട്ടിയെ പോലെയൊക്കെയുള്ള ഒരു ശരീരമൊക്കെയുള്ള ആളാണ്. സത്യത്തിൽ ഇവരെയൊക്കെ മൃഗങ്ങളുടെ പേരൊക്കെ സുരേന്ദ്രമാഷ് എപ്പോഴും പറയാറുണ്ട്, ഇവരെ ഒരിക്കലും നിങ്ങൾ മൃഗങ്ങളോട് ഉപമിക്കരുത്. കാരണം ദിനോസറുകളോട് ഉപമിച്ചു. കപിൽ സിബൽ പറഞ്ഞു 2 ദിനോസറുകൾ ഉണ്ടെന്ന്. സത്യത്തിൽ ഇവർക്ക് വലിയ നാണക്കേടാണ്. മൃഗങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത, മൃഗങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത, അവർക്ക് പോലും തോന്നാത്ത രീതിയിലുള്ള അത്ര കണ്ട് വെറുപ്പിന്റെ, അത്ര കണ്ട് വിദ്വേഷത്തിന്റെ വലിയ രാഷ്ട്രീയമാണ് അവർ ഇന്ത്യയുടെ മണ്ണിൽ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അമിത്ഷായുടെ, നരേന്ദ്രമോദിയുടെ തിട്ടൂരമൊന്നും കണ്ട് പേടിക്കാതിരിക്കേണ്ട ഗതികേടും ഇന്ത്യയിലെ ഒരു മനുഷ്യർക്കുമില്ല. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ആരെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കണ്ട എന്ന് അമിത്ഷാ നമ്മോട് മുന്നോട്ട് പറയുകയാണ്. ഇന്ത്യയുടെ വലിയ മതേതരമായ മുഖത്തോടുകൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ അമിത്ഷായോ നരേന്ദ്രമോദിയോ കാണുകയോ അല്ലെങ്കിൽ ഇവരുടെ തിട്ടൂരമൊന്നും കണ്ട് നാം പേടിക്കാതിരിക്കുകയോ വേണ്ട. കാരണം ഈ രാജ്യത്ത് വലിയ മതേതരമായ സങ്കല്പങ്ങളിലൂടെ ഈ രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട്. ചന്ദ്രശേഖർ രാവൺ ആസാദിനെ പോലെ എന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു മുസൽമാന്റെ മേത്ത് നിങ്ങൾക്ക് തൊഴണമെങ്കിൽ എന്റെ മേത്ത് ഒരു വെടിയുണ്ടയോ അല്ലെങ്കിൽ എന്റെ മേത്ത് ഒരു തരി മണ്ണ് വീഴാതെ എന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു മുസൽമാനെ പോലും നിങ്ങൾക്ക് തൊടാൻ സാധിക്കില്ല എന്ന് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് സംസാരിക്കുന്നത് ചന്ദ്രശേഖർ രാവൺ ആസാദ് എന്ന് പറയുന്ന മനുഷ്യനാണ്. ഹർഷ് മന്ദർ പറയുന്നത്, ഈ രാജ്യത്തൊരു മുസൽമാന് പൗരത്വം നഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം ഇസ്ലാം മതം സ്വീകരിക്കുന്നയാൾ ഞാനായിരിക്കുമെന്ന് പറയുന്ന ഹർഷ് മന്ദറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അമിത്ഷാ ഞങ്ങൾ ആരെയാണ് പേടിക്കേണ്ടത് എന്ന് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള വലിയ ആർജവത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കണം. പിന്നെ ഇന്ത്യയുടെ മുസൽമാന്റെ ചരിത്രം അറിയണമെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം അറിയണം. ശശി തരൂര് പറഞ്ഞതുപോലെ ഞങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ട് എന്ന് RSSകാർ എവിടെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ചരിത്ര ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങി എന്ന് മാത്രമാണ് നമുക്ക് കരുതാൻ സാധിക്കുക. കാരണം ഇവർക്ക് വലിയ വിദ്വേഷമുള്ള 2 കൂട്ടം അല്ലെങ്കിൽ മനുഷ്യരാണ്. ഒന്ന് ചരിത്രബോധമുള്ളവർ, 2 വിദ്യാഭ്യാസമുള്ളവർ. വിദ്യാഭ്യാസമുള്ളവരെ ഇവർക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. അതുകൊണ്ടാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അവർ കയറി നിരങ്ങുന്നത്. പിന്നെ ചരിത്രത്തെ വലിയ നിരാകരണമാണ്. കാരണം നമുക്കില്ലാത്തതിനോടൊക്കെ നമുക്ക് ഒരുതരം അമർഷം തോന്നും. അത് തന്നെയാണ് RSSകാരന് വിദ്യാഭ്യാസമുള്ളവനോടും ചരിത്രമുള്ളവനോടും തോന്നുന്നത് എന്നുള്ളത് സ്വാഭാവികം മാത്രം. ഇത്തരത്തിൽ ചരിത്രബോധമില്ലാത്ത ഒരു ജനതയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരാണ് RSSകാർ. അവരാണ് ഇന്ത്യയുടെ ചരിത്രത്തോട് എത്രയോ ചേർന്ന് കിടക്കുന്ന മുസൽമാനോട് ചരിത്രബോധവും മതേതരത്വവും ജനാധിപത്യവും ഒക്കെ പഠിപ്പിക്കാൻ വരുന്നത്. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അത്ര കണ്ട് ഇഴചേർന്ന് അല്ലെങ്കിൽ ഇടചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. വാര്യംകുന്നത്തിന്റെ ചരിത്രം നമുക്കറിയാം. അമ്പരം തങ്ങളും ഉമർ ഖാദിയും അങ്ങനെ എത്രയോ കുഞ്ഞാലി മരക്കാരുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. വാര്യംകുന്നത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. കോട്ടക്കുന്ന് മൈതാനിയിൽ കൊല്ലാൻ കൊണ്ടുപോയി നിർത്തുമ്പോൾ ബ്രിട്ടീഷുകാരനോട് പറയുന്നത്, ബ്രിട്ടീഷുകാരൻ പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പിതൃരാഷ്ട്രമായ മക്കയിലേക്ക്, പെർഷ്യയിലേക്ക് പോകാം, ഈ തോക്കിൻകുഴലിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ വാര്യംകുന്നത്ത് മറുപടി പറയുന്നുണ്ട്, അതേ ബ്രിട്ടീഷുകാരാ, എന്റെ ബാപ്പ ജനിച്ച മണ്ണ്, എന്റെ ഉപ്പ ജനിച്ച മണ്ണ് പേർഷ്യയല്ല, അത് ഇന്ത്യയാണ്. അതുകൊണ്ട് എന്റെ കണ്ണുകൾ കെട്ടാതെ, എന്റെ കൈകൾ ബന്ധിക്കാതെ ഈ മണ്ണിനോട് ചേർന്ന് മുഖം പൊത്തി എനിക്ക് മരിച്ചു വീഴണമെന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരന്റെ തോക്കിൻകുഴലിന് നേരെ വിരിമാറ് കാണിച്ചുകൊണ്ട് ഈ മണ്ണിൽ മരിച്ചു വീണവന്റെ ചരിത്രമാണ് വാര്യംകുന്നത്ത് പറയുന്നതെങ്കിൽ ആ ചരിത്രം പേറുന്നവരാണ് ഇന്ത്യയിലെ മുസൽമാന്മാർ എന്നുകൂടെ സംഘപരിവാറുകാരൻ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് 1000 കൊല്ലം മുസ്ലിം രാജാക്കന്മാർ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. 1606 മുതൽ 707 വരെയുള്ള കാലഘട്ടം കൃത്യമായി ചരിത്രം പറയുന്നുണ്ട്. ഒരു ഹിന്ദു സഹോദരന്റെ പോലും കണ്ണുനീരി മണ്ണിൽ വീഴാതെ കാത്തു സൂക്ഷിച്ചിട്ടുള്ളവരാണ് ഈ മുസ്ലിം ഭരണാധികാരികളെന്ന് കൃത്യമായി ബിപിൻ ചന്ദ്രയുടെ ഗ്രോത്ത് ഓഫ് കമ്മ്യൂണലിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഒരു മുസ്ലിം ഹിന്ദു കലാപം പോലും ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അങ്ങ് ഇന്ത്യ ഗേറ്റിലെ സ്മാരകത്തിൽ എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു സംഘപരിവാറുകാരന്റെയും പേരില്ല. അതിൽ എഴുതി വെച്ചിട്ടുള്ളതിൽ 34% പേരും ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചു വീണ മുസൽമാന്റെ പേരായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അമിത്ഷാ, നരേന്ദ്രമോദി, സംഘപരിവാറുകാരാ, ഞങ്ങളെ നിങ്ങൾ മതേതരത്വവും രാജ്യസ്നേഹവും പഠിപ്പിക്കാൻ വരണ്ട എന്ന് കൃത്യമായി പറയുക തന്നെ ചെയ്യണം. നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ന്യായീകരണ പ്രസ്ഥാനവുമായി വരുമ്പോൾ നമ്മുടെ വീടുകളുടെ മുൻപിൽ ഒരു പഴയ ഷൂ കെട്ടിയിടുക, അതിന്റെ താഴെ എഴുതി വെക്കുക, നിങ്ങളുടെ ചരിത്രം പറയുന്നത് പോലെ നിങ്ങളുടെ ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള
എന്നുള്ളതുപോലെ ഈ സംഘപരിവാറിനെ അനുകൂലിച്ച് ഞങ്ങളുടെ വീട്ടുവളപ്പിൽ കയറുമ്പോൾ ഈ ചെരുപ്പ് നക്കിയിട്ട് തിരിച്ചു പോകാമെന്ന് പറയാനുള്ള ആർജവം ഈ രാജ്യത്തെ, ഈ മണ്ണിലെ മനുഷ്യർ കാണിക്കേണ്ടതുണ്ട്. കാരണം അത്തരമൊരു ആർജവത്തിലേക്കാണ് ഈ രാജ്യം കടന്നു ചെല്ലേണ്ടത്. കാരണം ഇത് കേവലം പൗരത്വ നിയമ ഭേദഗതി, ഇത് അവരുടെ കയ്യിലെ ഒരൊറ്റ വടി മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ, അതിപ്രഹരശേഷിയുള്ള ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള ആയുധങ്ങൾ RSSകാരന്റെ കൈകളിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി മാത്രമല്ല നമ്മുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, RSSകാരനെ ഈ മണ്ണിൽ നിന്ന് തുരത്തി ഓടിക്കേണ്ടത് അതിൽ കുറഞ്ഞ ഒരാവശ്യവും നമ്മുടെ മുൻപിലില്ല എന്നുള്ള ബോധത്തിലാവണം നമ്മളൊക്കെ സമരം ചെയ്യേണ്ടത്.